ഒരുപാട് ഓർഡേഴ്സ് ഒന്നിച്ചുള്ള ദിവസത്തെ ഒരു കേക്ക് വർക്ക് വീഡിയോ ആണിത്. തലേന്ന് തന്നെ സ്പഞ്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് രാവിലെ കൊടുക്കാനുണ്ടായിരുന്ന ഒരു മാംഗോ കേക്കാണ്. പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് സ്ക്രാപ്പർ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനത് ജസ്റ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റി. നെക്സ്റ്റ് 2 kg വെയിറ്റിൽ വരുന്ന ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ്. അതിൽ അത്യാവശ്യം ക്രീം വർക്ക് വരുന്നുണ്ട്. ബാസ്ക്കറ്റ് നോസിൽ വെച്ചിട്ട് സൈഡിൽ ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം റൊസറ്റ നോസിൽ വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഗ്രാസ് നോസിൽ വെച്ചിട്ട് ഗ്രാസും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ്. കസ്റ്റമർ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ടോപ്പേഴ്സും കൂടെ വെച്ച് കൊടുക്കാനുണ്ടായിരുന്നു. മാഷ ആൻഡ് ബിയർ എന്നുള്ള തീമിലുള്ളതാണ് ചെയ്തിട്ടുള്ളത്. ഈ ടോപ്പേഴ്സ് അല്ലാതെ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുള്ളതാണ്. അതാകുമ്പോൾ നല്ല അഫോർഡബിൾ ആയിട്ട് ചെയ്യാനും പറ്റും. കുട്ടികൾക്കൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട തീമിലുള്ള വർക്കും ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ അതിന് ഫുൾ വർക്ക് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. 1 kg വെയിറ്റിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. 7 inch പാനിൽ ഡബിളായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതാകുമ്പോൾ നല്ല ഹൈറ്റിൽ കേക്ക് കിട്ടും. ഈ ഒരു കേക്ക് ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ്. ഇതിൽ റോസ് കളർ വേണമെന്ന് കസ്റ്റമർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ ഡ്രസ്സിൻ്റെ കളർ അതാണ്. അപ്പോൾ അതിനോട് മാച്ചായ രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫ്ലോറൽ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഫൈനൽ ലുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ആ കേക്ക് സെറ്റാക്കി നമ്മൾ മാറ്റി വെച്ചു. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് ഒരു മിൽക്ക് കേക്കാണ്. അതും തലേന്ന് തന്നെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി നമ്മൾ ഡെക്കറേഷൻ മാത്രമാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള 2 കേക്കിലും വെക്കാനുള്ള നെയിമും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അത് നമ്മൾ ഫോണ്ടനിൽ കട്ടേഴ്സ് ഉപയോഗിച്ചാണ് ചെയ്തത്. ഈ ഒരു ലെറ്റേഴ്സ് കട്ടർ വെച്ചിട്ടാണ് നമ്മൾ നെയിം എഴുതി കൊടുക്കുന്നത്. ഓരോ ലെറ്റേഴ്സും ആ ഒരു ഗോൾഡൻ ഡസ്റ്റിൽ ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഫോണ്ടനിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഈസി ആയിട്ട് തന്നെ നെയിം എഴുതാൻ പറ്റും. എന്നിട്ട് അതൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മാംഗോ കേക്കാണിത്. ഇതിൻ്റെ ഫൈനൽ വർക്ക് കഴിഞ്ഞ് നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുള്ള നെയിമും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മോർണിംഗ് 10 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഈ 4 കേക്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള 2 കേക്കിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ടോട്ടൽ നമുക്ക് 6 കേക്കാണെന്നുണ്ടായിരുന്നത്. ഒരു 1/2 kg വാൻചോ കേക്ക്, ഒരു ചോക്ലേറ്റ് കേക്കുമാണ് ബാക്കി 2 ഉണ്ടായിരുന്നത്. ഈ ഒരു കേക്കിൻ്റെ ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ.